നെയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങി. ഫസ്റ്റ് തല കഴുകി കൊടുക്കും. സക്കാത്തിന്റെ ഒരു രൂപമാണ് കാണിക്കുന്നത്. മൃഗങ്ങളുടെ സക്കാത്ത് ഒട്ടകം 4 എണ്ണാണെങ്കിൽ ഒരാടിനെ കൊടുക്കും. കോളാമ്പി പണ്ടുകാലത്ത് തുപ്പാനൊക്കെ ഉപയോഗിക്കും. ഇത് അലുമിനിയത്തിന്റെ കിണ്ടി. ഇത് പുറത്ത് പോയി വരുമ്പോല്ലേ വീടിന്റെ ഉള്ളിൽ കയറുമ്പോ കാല കഴുകും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉള്ളടക്കം നിങ്ങൾ ഈ കണ്ടന്റ് കാണുന്ന വേണം. നമ്മളുടെ മദ്രസകളിൽ ദീനീപരമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്, സാമൂഹികപരമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സയൻസും ഇസ്ലാമും ചേർന്നിട്ടുള്ള ഒരു എക്സ്പോ നമ്മുടെ മിസ്ബാഹുൽ മദ്രസയിലെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മഹല്ല് സെക്രട്ടറി ഇവിടെ ഉണ്ട്, ബാക്കി കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ എക്സ്പോ കറക്റ്റായിട്ട് പകർത്തണം. ഓരോ കുട്ടികളുടെ കഴിവുകൾ, ഇസ്ലാമികപരമായിട്ടുള്ള കഴിവുകളും അതുപോലെ തന്നെ സയൻസ് പരമായിട്ടുള്ള കഴിവുകളും അല്ലേ? അപ്പോൾ നമുക്കിനി അവർക്ക് കാണിച്ചു കൊടുക്കാം. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പിക്കടുത്ത് ചാലിശ്ശേരി പാലക്കൽ പീടികയിലാണ് ഈ മസ്ജിദുൻ നൂറും അതുപോലെ തന്നെ മിസ്ബാഹുലും മദ്രസയും. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഈ ഒരു എക്സ്പോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്കിനി ഇവിടുത്തെ വിദ്യാർത്ഥികളോട് തന്നെ വിശദമാക്കിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. മുഹമ്മദ് തമീമിന്റെ അടുത്ത് എന്തൊക്കെയാണ് എക്സ്പോയില് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്? 3 ക്യാമറ, പണ്ടത്തെ ക്യാമറകൾ, പിന്നെ ഫുൾ സ്ക്രീൻ ക്യാമറ, പിന്നെ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ, സാധാ ക്യാമറ, വെള്ളം കൊണ്ടുപോകണം, പിന്നെ വാക്കി ടോക്കി, പിന്നെ മറ്റേ കാസറ്റ് 2 എണ്ണം, പിന്നെ ടോർച്ച്, പഴയ കാലത്തെ ടോർച്ച്, നാഴി, പിന്നെ മുറുക്കണൊക്കെ ഇട്ടേക്കണ ഒരു പാത്രം, പിന്നെ പാല കൊണ്ടുപോകണ, പിന്നെ ചട്ടി പോലത്തത്, പിന്നെ പണ്ടത്തെ ഫോണ്, ക്യാമറ, പിന്നെ ഇത്ര ഐറ്റംസ് എന്തൊക്കെയാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്? ഇതൊക്കെ നമ്മളെ പഴയ കാലത്തെ ഫോണുകള് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫോണുകള്, പിന്നെ ഇതും ഫോണുകളാണ്. പിന്നെ ഇത് ഖുറാന് ശേഷം നമ്മുടെ ലോകത്ത് ഇതായിട്ടുള്ളതാണ്. പിന്നെ ഇതില് ചെറിയ ഖുറാനുകളാണ്. ഈ നിലവിലെ ഇതിലാണ് ചെറിയ ഖുറാനുള്ളത്. പിന്നെ ഇത് ബുഖാരിയും മുസ്ലിമും ഖുറാന് ശേഷം ഇറക്കപ്പെട്ടതില് ഇതാണ്. പിന്നെ ഇത് നമ്മളെ ഗ്രാമഫോണ് പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തതാണ്. പിന്നെ കുറെ പാത്രങ്ങൾ, ഇത് പുട്ടും കൂടാണ്. പിന്നെ ഇത് നമ്മള് പൈസ ഇട്ട് കഴിഞ്ഞാല് നമുക്കിത് കോൾ ചെയ്യാൻ പറ്റുന്ന പണ്ടത്തെ സാധനങ്ങളാണ്. പിന്നെ നമ്മൾ പണ്ടത്തെ കാലത്ത് ഇസ്തിരിപ്പെട്ടികള്, ക്യാമറ, ഇത് ടൈപ്പാണ് പണ്ടത്തെ കാലത്തെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന. പിന്നെ ഇത് പെട്രോമാക്സ് ആണ്. അതിനോട് റാന്തലിന്റെ പകരം എന്താക്കുന്നത് പണ്ടത്തെ കാലത്തെ ലൈറ്റ് എത്തിക്കുന്ന. പിന്നെ ഇതും റേഡിയോകളാണ്. പിന്നെ കിണ്ടി, പിന്നെ ഇത് നമ്മളെ പാള കൊണ്ട് ഉണ്ടാക്കാൻ, പഴയ കാലത്ത് വെള്ളം കോരാന്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തലയിൽ വെക്കുന്നതാണ്. നമ്മൾ ചൂടുള്ള സാധനങ്ങൾ ഇറക്കുന്ന. ഇത് പിന്നെ മഹത്തായ ഇതൊക്കെ പഴയ പണ്ഡിതന്മാരെ കുറിച്ചുള്ള ചരിത്രങ്ങളായിരിക്കും. പിന്നെ ഇത് പഴയ കാലത്തെ കോയിൻസ് ഒക്കെയാണ്. കോയിൻസ് ഒക്കെ കുറെ കാലം കൊണ്ട് കളക്ട് ചെയ്തിട്ടാണ് പണ്ടത്തെ കാലത്തെ കോയിൻസ്. പിന്നെ അതൊക്കെ കാസറ്റുകൾ ഉണ്ട്. പിന്നെ പഴയ കാലത്തെ ഫോണുകൾ, CD, ഇതൊക്കെ പഴയ കാലത്തെ ഫോണുകളാണ്. പിന്നെ ഇത് നമ്മളെ പഴയ കാലത്തെ മൈക്കിന്റെ ആംപ്ലിഫയർ ആണ് പഴയ കാലത്തെ. പിന്നെ റേഡിയോ, പിന്നെ നമ്മളെ ഇത് മറ്റേ ബൈനോക്കുലർ. പിന്നെ അവിടെ കുട്ടികൾ ഉണ്ടാക്കിയ ബസ്. ഇതാരുണ്ടാക്കിയതാ? ഇത് അതാ. മോന്റെ പേര് മുഹമ്മദ് ഷിഫാൻ. ആ ബസ് ഒന്ന് എടുക്കാൻ പറ്റുമോ അവിടുന്ന്? സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഒരു ബസ്സും കൂടി ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഉണ്ടാക്കിയതാണോ? എക്സ്പോക്ക് വേണ്ടിയിട്ടാണോ അതോ? വെരി ഗുഡ്. പഴയ കാലത്തെ നോട്ടുകൾ, കറൻസിയും കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ പൈസ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ചിലതൊക്കെ ഏത് 5-ൻ്റെതൊക്കെ 50-ൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ 5-ൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. പിന്നെ ചരമാന്തി കത്തികൾ. പിന്നെ ഇതാണ് പാതാളക്കരണ്ടി. നമ്മളെ പണ്ട് കാലത്തൊക്കെ നമ്മള് കിണറ്റിലൊക്കെ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇത് നമ്മളെ റാന്തലാണ് പഴയ കാലത്തുള്ള. പിന്നെ അതേപോലെ തന്നെ യാസീനുണ്ട്. പിന്നെ ക്ലോക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ക്ലോക്ക് ഉണ്ടാക്കിക്ക. മോളെ പേരെന്താണ്? റന. എന്തൊക്കെയാണ് എക്സ്പോയില്? ഇത് വെള്ളം കുടിക്കുമ്പോൾ സുന്നത്തുകളാണ്. ആദ്യം ബിസ്മി ചൊല്ലണം, പിന്നെ ഇരുന്ന് കുടിക്കണം, പിന്നെ വലത് കൈ കൊണ്ട് കുടിക്കണം, പിന്നെ വെള്ളത്തിലേക്ക് നോക്കി കുടിക്കണം, പിന്നെ 3 ഇറക്കയച്ച് കുടിക്കണം, പിന്നെ ലാസ്റ്റ് അൽഹംദുലില്ലാ എന്ന് പറയും. വെരി ഗുഡ്. പിന്നെ ഇത് എന്താണ് മേറാജാണ്. ഇത് മസ്ജിദുൽ അക്സയിൽ നിന്ന് 7 ആകാശം കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിന്റെ അടുത്തെത്തി. അള്ളാഹു നൽകിയ സമ്മാനമാണ് നിസ്കാരം.
പിന്നെ ഇത് പ്രൊജക്ടറാണ്. ഇതിനുള്ളിൽ ഫോൺ വെക്കും, എന്നിട്ട് ഇതിൽ വെള്ളം നിറച്ച് വെച്ചില്ല. അപ്പൊ ഇതിൽ കൂടെ ഈ വീഡിയോ ഓൺ ആക്കുമ്പോൾ നമുക്ക് പ്രൊജക്ടർ ആയിട്ട് കാണാൻ പറ്റും. നമുക്കിപ്പോ കാണാൻ പറ്റുമോ? ഇത് സെറ്റ് ആക്കിയിട്ടില്ല. ഓക്കെ, അടുത്തത് ഇത് കുത്തബ് മിനാറാണ്. കുത്തബ് മിനാർ. ഓക്കെ, ഇത് മഹ്ശറാണ്. ഈ ആൾക്കാരെ തലയിൽ നിന്നും ഒരു ചണം മുകളിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. ഇത് അർഷിന്റെ തണൽ ലഭിച്ച 7 വർഗ്ഗക്കാരാണ്. ഒന്ന് നീതിമാനായ നേതാക്കള്, പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടവര്, പിന്നെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് വളർന്നവര്, പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ ഒന്നിക്കുകയും വേർതിരിയുകയും ചെയ്തവര്, പിന്നെ രഹസ്യമായി സദക്ക നൽകിയവര്, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവര്, പിന്നെ തെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ ക്ഷണിക്കുകയും അള്ളാഹുവിനെ ഓർത്ത് വിസമ്മതിക്കുകയും ചെയ്ത ആൾക്കാർ. ഇതാണ് ഈ 7 ആൾക്കാര്. ഇത് ഇസ്ലാം കാര്യങ്ങളാണ്. 5 തൂണാക്കി ചെയ്തു. പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. ഓക്കെ, സീക്വൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കറക്റ്റ്. അടുത്തത് സാധാരണ വീട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ പേര്? സൻഹ. നിങ്ങൾ എന്താണ് ഈ എക്സ്പോയിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്? ഇത് സോളാർ പ്ലാനറ്റ് ആണ്. സോളാർ പാനലാണ് ഇത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറേനസ്, നെപ്റ്റ്യൂൺ, എല്ലാ ഗാലക്സികളും അല്ലേ? ഓക്കെ, അടുത്തത് ഇത് ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരാൾ പറയും. ഇത് മഞ്ഞപ്പൊടി യെല്ലോ കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മള് സോപ്പ് പൊടി ഇടാം, അപ്പൊ റെഡ് കളർ ആവും. എന്നിട്ട് അതിലേക്ക് നാരങ്ങ പിഞ്ഞ അത് യെല്ലോ കളർ ആവും. ഒന്ന് യെല്ലോ കളർ ആക്കാവോ? നാരങ്ങ കഴിഞ്ഞു. അടുത്തത് ഓക്കെ. ഓക്കെ, സോളാർ സിസ്റ്റം. ഓക്കെ ഓക്കെ. ഷഹാദത്ത് കലിമ, പിന്നെ ഇത് സലാത്ത്, സക്കാത്ത്, പിന്നെ റമദാൻ മാസത്തിന് നോമ്പ് ചെയ്യല്, പിന്നെ ഹജ്ജ് ചെയ്യ. ഓക്കെ, കഴിഞ്ഞോ? ഇനി അടുത്ത സ്റ്റാളില് അടുത്ത ആളായിരിക്കും അല്ലേ? ശരി. ഷഹല, എന്തൊക്കെയാണ് പ്രദർശനത്തിനുള്ളത്? സ്പീക്കർ എങ്ങനെ സൗണ്ട് വരിക എന്നുള്ളത്. ഇതിപ്പോ സൗണ്ട് കിട്ടുമോ നമുക്ക്? ഇല്ല, ഇത് അതിന്റെ ഒരു മോഡൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മൈക്രോഫോണിലത്തെ ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രിക് സിഗ്നലുകളാക്കി മാറ്റും. ആ ഈ മൈക്രോഫോണ് ആശയവിനിമയത്തിനും പൊതുപ്രസംഗത്തിനും അതുപോലെ തന്നെ റെക്കോർഡിങ്ങിനൊക്കെ യൂസ് ചെയ്യും. ഇതിൻ്റെ ഇലക്ട്രിക് സിഗ്നലുകൾ നേരെ ആംപ്ലിഫയറിലേക്ക് എത്തും. അത് വോൾട്ടേജ് കുറഞ്ഞ ഇലക്ട്രിക് സിഗ്നലിലേക്കും അതിന് കൂടിയ വോൾട്ടേജ് കൊടുത്തിട്ട് ഇലക്ട്രിക് സിഗ്നലുകളുടെ സ്പീക്കറിലേക്ക് കടത്തും. സ്പീക്കറിൽ നിന്ന് ഡയഫ്രമും വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്തിട്ട് ശബ്ദം വരും. അടുത്തത് ഇത് മഴ എങ്ങനെ ഉണ്ടാവണമെന്ന്. നമ്മൾ ഈ പുഴകളിൽ നിന്ന് തോടുകൾ അങ്ങനെ അവിടെ നിന്നൊക്കെ വെള്ളം ആവിയായിട്ട് വേപ്പറായിട്ട് പോകും ആകാശത്തേക്ക്. അത് എന്നിട്ട് വെയിൽ കൊണ്ട് സൂര്യപ്രകാശം തട്ടി അത് ഉരുകി മഴയായിട്ടാണ് നമുക്ക് വരുന്നത്. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇത് യൂസഫ് നബിനെ സഹോദരങ്ങൾ തള്ളിയിട്ട കിണറില്ലേ, ഇതിൻ്റെ ഏകദേശം ഒരു രൂപമാണ്. അതുപോലെ തന്നെ ഇത് മറ്റേ ലോകാത്ഭുതത്തിൽ 7 അത്ഭുതങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ചൈനയുടെ വൻമതിൽ. ഇത് നൂഹ് നബിനെ രക്ഷപ്പെട്ടു പോയ മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിട്ട് രക്ഷപ്പെട്ടു പോയ കപ്പൽ. കപ്പൽ അല്ലേ? നൂഹ് നബിയുടെ കപ്പൽ. ഓക്കെ, ഇത് അടുത്ത ആളതാണോ? ഓക്കെ, എന്തൊക്കെയാണ് പ്രദർശനത്തിന്? ഇത് ഹജ്ജിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇത് കഅബ, ഇബ്രാഹിം മഖാം, സഫ മർവ. സഫയിൽ നിന്ന് മർവയിലേക്ക് അങ്ങനെ 7 വട്ടം പോകുമ്പോഴാണ് ചെയ്യാവുന്നത്. ഇത് ജംജം കിണർ. ഇത് മിന, അവിടെയാണ് രാപ്പാർക്കുന്നത്. ഇത് അറഫ, മൗണ്ടൻ അറഫ. ഓക്കെ, ഇത് ഷെയ്ത്താൻ നേരെ കല്ലെറിയുന്ന സ്ഥലമാണ്. ജംറത്തുൽ ഊല, ഉസ്ത, അഖബ. ഓരോന്നിലും 7 വട്ടം 7 കല്ലുകൾ എറിയും. അങ്ങനെ 21 വട്ടം എറിയും. ഇത് 2 മലകൾ അല്ലേ? സഫ മർവ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആളായിരിക്കും. ശരി, അടുത്ത ആളുടെ പേര്? എന്റെ പേര് റൈഹാനത്ത്. ഇതാണ് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട കഅബ. ഇത് അജൽ അസദിന്റെ ഭാഗ. ഇത് റുക്നുൽ ഇറാഖ്, ഇത് റുക്നുൽ ഷാം, ഇത് റുക്നുൽ യമന്. ഇത് ബ്ലാക്ക് ഇട്ട സ്ത്രീകളും വൈറ്റ് ഇട്ട പുരുഷന്മാരുമാണ്. ഇത് മക്കാമുൽ ഇബ്രാഹിം നബി ദുആ ചെയ്തതാണ്. ഇത് സംസം വെള്ളം.
അഫ്നാൻ. എന്തൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് പ്രദർശനം? ഇവിടെ കറൻസി, പണ്ടത്തെ കാലത്തെ പഴയ പൈസ. ഇത് ഏത് കൺട്രിയുടെ പൈസ? ഇത് ജർമ്മനിത്തെ. ഇത് 2 ജർമ്മനിത്താണ്. ഇത് 1 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. പിന്നെ ഇത് മരത്തിന്റെ ഇല വെച്ചുണ്ടാക്കിയതാണ്. മരത്തിന്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെ അതെ. ഓക്കെ. പിന്നെ ഇത് ഇവിടെ ഭൂട്ടാനത്തെ മണി. ഇത് അബുദാബി. ഇത് എവിടുത്തെ അറിയില്ല. ഇത് സെറിബോ റുപ്യ. ഓക്കെ. കറൻസി ഇവിടെ എന്താ ചെയ്യാൻ പോണത് പ്രദർശനത്തില്? ഇതൊരു ഫൺ എക്സ്പെരിമെന്റ് ആണ്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു പുക അങ്ങനെ ഒരു നീരർവമായി വരിക, അത്രേ ഉള്ളൂ. ഇതില് ഒന്ന് കാണിച്ചേ. വളരെ മനോഹരമായ ഒരു പ്രസന്റേഷൻ സ്കില്ല് നമ്മുടെ മക്കളിലൊക്കെ ഉണ്ട് എന്ന് ഈ ഒരു എക്സ്പോ സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കർമ്മപരമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. പ്രത്യേകിച്ച് ഹജ്ജ്, അതുപോലെ തന്നെ മയ്യത്ത് പരിപാലനം. ഇതൊക്കെ കേവലം പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചാൽ മാത്രം നമുക്കത് ജീവിതത്തിൽ കൂടെ നിന്ന് മക്കൾ പഠിച്ചെടുത്ത സംഗതി പ്രാക്ടിക്കലായിട്ട് തന്നെ ഈ എക്സ്പോ സന്ദർശിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കൊക്കെ അത് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഒരുക്കി എന്നത് വളരെയധികം സന്തോഷം. മസ്ജിദുന്നൂറിന്റെ ഖത്തീബ് യാസീൻ ഹുദവിയും അതുപോലെ തന്നെ ഇവിടെ ഉസ്താദ് സലാം ഉസ്താദും ഉണ്ട്. ഉസ്താദ്, ഈ എക്സിബിഷനെ കുറിച്ച് 2 വാക്കൊന്ന് സംസാരിക്കും. മാഷാ അല്ലാഹ്, നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ഓരോ ടീം, ഇവിടെ 3 ടീമാണ് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു പരിപാടിക്ക് മത്സരാർത്ഥികളായിട്ടുള്ളത്. 3 ടീമും വളരെ ഉഷാറായിട്ട് തന്നെ, ഒന്നിലൊന്നിലും മെച്ചമായിട്ട് തന്നെ, വളരെ ഉഷാറായിട്ട് തന്നെ ഇവരുടെ പഴയ സാധനങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ മോഡേൺ ആയിട്ടാണെങ്കിലും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ഒരു ടീമും മദീന കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഓരോ ഇസ്ലാമിക ഓരോ 5 നിർബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മക്ക, താജ്മഹൽ, പല പണ്ടത്തെ ഓരോ പഴയ വയസ്സുള്ള ആൾക്കാരൊക്കെ കയറി വന്നാൽ അവരിതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. പഴയ സാധനങ്ങൾ കാണാമല്ലോ, അവരെ സ്മരണയൊക്കെ പുതുക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി മാറും. അതുപോലെ തന്നെ 3 ടീമും 3 മാഗസിൻ ഇറക്കിയിട്ടുണ്ട്. കയ്യെഴുത്ത് മാഗസിനാണ്. അവരെ പരിശ്രമങ്ങൾ തന്നെ, ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം അവർ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്ന്. ചിത്രമാണെങ്കിലും ലേഖനങ്ങളാണെങ്കിലും അറബി, മലയാളം, ഇംഗ്ലീഷ് 3 ലാംഗ്വേജ് ഉൾപ്പെടുത്തിയിട്ട് 3 ലാംഗ്വേജിലും ഉഷാറായിട്ട് തന്നെ നമ്മളെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാഗസിൻ ഇറക്കിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അതിനുള്ള തക്കമായ അർഹമായ പ്രതിഫലം ഇരുവീട്ടിനും അവർക്ക് നൽകുമാറാവട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു. ഞാൻ ഹജ്ജ് ഉംറ എങ്ങനെ ചെയ്യണ്ടേ, അതായത് ആ രീതി, അതുപോലെ സ്ഥലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹജ്ജ് ഉംറ ചെയ്യല്. അതിന് ആദ്യം നമ്മൾ കഅബയെ പറ്റി പറയണം. കഅബക്ക് 4 മൂലകളുണ്ട്. ഹജറുൽ അസ്വദിന്റെ മൂല, റുക്നുൽ ഇറാന്, റുക്നുൽ ഷാം, റുക്നുൽ യമനാണ്. നമ്മൾ ഹജറുൽ അസ്വദ് ഇങ്ങനെയാണ് തവാഫ് ചെയ്യുക. വെള്ളിട്ടത് പുരുഷന്മാരായിട്ടും ഈ കാണുന്ന കറുപ്പിട്ടത് സ്ത്രീകളായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുക. അത് സഫ മറുവ, അവിടെ 7 പ്രാവശ്യം നമ്മൾ ചുറ്റും. പിന്നെ ഇത് സംസം വെള്ളം, അതൊരിക്കലും പറ്റില്ല, നമ്മുടെ ആഗ്രഹം നിറവേറ്റി തരുകയും ചെയ്യും. ഇത് മീനുകളാണ്. പിന്നെ ഇത് അറഫ, അത് മുസ്തലിഫ, അതൊക്കെ നമ്മൾ പാർക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് ജംറകളാണ്. ജംറത്തുൽ ഊല, ജംറത്തുൽ മുസ്ത, ജംറത്തുൽ അക്ബ. പെരുന്നാൾ ദിവസം ജംറത്തുൽ അക്ബയിലാണ് നമ്മൾ കല്ലെറിയുക. 7 കല്ല് വീതെറിയും. ഇത് അറവാണ്. നമ്മൾ ഫർള് എന്തേലും വിട്ട് പോയി കഴിഞ്ഞാൽ അറവ് ചെയ്യുന്ന സ്ഥലമാണ്. ഹലാലായി ഫർളിന് ഹലാലായി മൃഗങ്ങളാണ് നമ്മൾ അറവ് ചെയ്യാറ്. ഓക്കെ, താങ്ക് യു. അഗ്നിപർവ്വതത്തിന്റെ ലാവയാണ്. ലാവ എങ്ങനെ വരുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് കാണിച്ചേ. എന്റെ പേര് ഹിദ. ഇതെന്താ ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്? മസ്ജിദ് നബവിന്റെ ഉള്ളിൽ മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു ലിങ്കാണിത്. അപ്പൊ ഇതില് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ സാധനം കാണാം. നമുക്കിപ്പോ റൗള കാണാം. റൗള വേണ്ടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ കാണാൻ പറ്റും. അതിന്റെ 360 വ്യൂ കാണാലോ. അതെ. ഓക്കെ. ഇനി നമുക്ക് ഗ്രീൻ ഡോം കാണാൻ പറ്റും. ഗ്രീൻ ഡോം കാണാം. ഓക്കെ, വെരി ഗുഡ്. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത കാണിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി അല്ല കേട്ടോ, വിദ്യാർത്ഥിയുടെ പേരൻസ് ആണ്. നിങ്ങളുടെ പേരെന്താ?
ഷെഫീക്ക. അതെ, നിങ്ങൾ എന്താ ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്? എന്താ? മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് പരിപാലനത്തിനെ കുറിച്ചിട്ടും രോഗിയായി കഴിഞ്ഞ് മരണമാസന്നമായ രീതിയിൽ രോഗി മരിച്ചു എന്ന് ഉറപ്പ് വന്നാൽ രോഗിയുടെ കണ്ണുകൾ തിരുമ്മി മയപ്പെടുത്തി അടച്ചു കൊടുക്കുക, പെട്ടെന്ന് താടി കെട്ടിക്കൊടുക്കുക, കാലും അതുപോലെ കെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞാൽ മയ്യത്തിന് ഇട്ട വസ്ത്രം ഊരിക്കൊടുക്കുക. ഊരിക്കൊടുക്കുന്നതിന് മുൻപ് എല്ലാ ജോയിന്റുകളും മയപ്പെടുത്തി കൊടുക്കുക. എല്ലാ ജോയിന്റുകളും മയപ്പെടുത്തി കഴിഞ്ഞാൽ മയ്യത്തിന്റെ ധരിച്ച വസ്ത്രം വെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞാൽ മയ്യത്തിനെ കുളിപ്പിക്കാനുള്ള സമയം. പിന്നെ ഒന്ന് ആലോചിക്കണം, മയ്യത്താണ്, മയ്യത്തിനെ ബഹുമാനിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും മുന്നേ ഒരുക്കി വെച്ചിരിക്കണം. അത് കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ കഫൻ പുടവകളും തയ്യാറാക്കി വെക്കണം. അത് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുക. നമ്മുടെ സുലൈമാന്റെ കൂടെ ഈ ഒരു എക്സിബിഷനിലൂടെ ഈ പുതിയ തലമുറക്ക് കഴിഞ്ഞു പോയ തലമുറകൾ എന്തൊക്കെ ഉപയോഗപ്പെടുത്തി, എന്തൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ച് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇവർക്ക് സയൻസ് പരമായിട്ടും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അറിവുകൾ കൂടുതൽ കൈവശപ്പെടുത്താനും പറ്റും. എന്തായാലും ഇത് നടത്തുന്ന കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഇത്ര പ്രവർത്തിച്ച ഈ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലൊരു ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജമാലെ, എക്സിബിഷൻ തകർത്തില്ലേ? അതല്ലേ? ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഇവിടെ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും പാലക്കൽ പീടിക വിദ്യാർത്ഥികൾ ഇവിടെ സംഘടിപ്പിച്ച എക്സ്പോ വളരെ അധികം ഉപകാരപ്രദവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള ഒരു എക്സ്പോയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്.